ഹലോ എവരി വൺ. അപ്പോൾ ജെൻഡർ സ്കൂൾ ആൻഡ് സൊസൈറ്റി എന്നുള്ള പേപ്പറിലെ സെക്കൻഡ് യൂണിറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജെൻഡർ ഐഡൻറ്റിറ്റി ആൻഡ് സോഷ്യലൈസേഷൻ പ്രോസസ്സ്. ഇതിൽ ഫസ്റ്റ് ജെൻഡർ ഐഡൻറ്റിറ്റി എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് ആൻ ഇൻഡിവിജ്വൽസ് ഇന്നർ സെൻസ് ഓഫ് ബീയിങ് മെയിൽ ഫീമെയിൽ ബോത്ത് നെയ്തർ അനദർ ജെൻഡർ. അതായത് ഒരാൾ എന്താണ് ഇന്നർ സെൻസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആണാണോ പെണ്ണാന്നുള്ളത് ഒരാൾ തിരിച്ചറിയുന്നതാണ് ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഹൗ എ പേഴ്സൺ പെർസീവ് ദംസെൽഫ് ആൻഡ് എക്സ്പ്രസ് ദർ ജെൻഡർ. ഒരാൾ എങ്ങനെയാണ് ഞാൻ ഏതാണെന്നുള്ളത് തിരിച്ചറിയുന്നതോ അത് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണോ അതാണ് ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. പേഴ്സണൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഓൺ ജെൻഡർ ദാറ്റ് ഡെവലപ്ഡ് ത്രൂ സൊസൈറ്റി ആൻഡ് കൾച്ചർ. നമ്മൾ പറഞ്ഞു തന്നെയാണ് പേഴ്സണൽ അണ്ടർസ്റ്റാൻഡിങ്. ഒരാൾ സ്വയം തിരിച്ചറിയുകയാണ് സ്വന്തം ജെൻഡർ ഏതാണെന്നുള്ളത്. ഇതെങ്ങനെയാണ് നടക്കുന്നത്? സൊസൈറ്റിയിൽ നിന്നും അതുപോലെ തന്നെ കൾച്ചറിൽ നിന്നാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഇത് ചൈൽഡ്ഹുഡിൽ തന്നെ ഡെവലപ്പ് ഡ്യൂറിങ് ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലം മുതൽക്ക് തന്നെ ജെൻഡർ ഐഡൻറ്റിറ്റി ഡെവലപ്പ് ആവുന്നുണ്ട്. ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫാമിലി, പിയേഴ്സ്, മീഡിയ, സൊസൈറ്റി. അതായത് വീട്ടുകാർ, സുഹൃത്തുക്കൾ, മീഡിയ, സൊസൈറ്റി ഇവർക്ക് എല്ലാവർക്കും ഇതിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. വേരി ഫ്രം വൺ സൊസൈറ്റി ഓർ വൺ കൾച്ചർ ടു അനദർ. ഒരു കൾച്ചറിൽ നിന്ന് മറ്റൊരു കൾച്ചറിലേക്ക് പോകുമ്പോൾ ഇത് മാറുന്നുണ്ട്. മേ നോട്ട് മാച്ച് ബയോളജിക്കൽ സെക്സ്. അതായത് ചിലപ്പോൾ നമ്മൾ ജനിച്ചത് ആണായിരിക്കാം, പക്ഷേ വലുതായിട്ട് നമുക്ക് പെണ്ണുങ്ങളോടായിരിക്കും, അല്ലെങ്കിൽ ഞാനൊരു പെണ്ണാന്ന് വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കില്ലേ അധികം ആളും. അതായത് ചിലപ്പോൾ അവരുടെ താല്പര്യങ്ങൾ ബയോളജിക്കൽ സെക്സിനോട് മാച്ച് ചെയ്യണമെന്നില്ല. പിന്നെ ചേഞ്ച് ആൻഡ് ഡെവലപ്പ് വെൻ ദ പേഴ്സൺ ഗ്രോ. അതായത് ഒരാൾ വളർന്ന് വലുതാകുമ്പോൾ അതിനനുസരിച്ച് ഇതിന് മാറ്റം വരുന്നുണ്ട്, ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. പിന്നെ ഇൻഫ്ലുവൻസ് ബിഹേവിയർ ആൻഡ് ഇൻട്രസ്റ്റ്. താല്പര്യങ്ങളും ബിഹേവിയറൊക്കെ ഇതിലൂടെ മാറ്റുന്നുണ്ട്. അതായത് ചില സ്ത്രീകളൊക്കെ ഭാവിയിൽ പെണ്ണുങ്ങൾ ഭാവിയിൽ ആണാവുമ്പോൾ ഉള്ള താല്പര്യം പിന്നെ ആണുങ്ങൾക്കുള്ള താല്പര്യങ്ങളായിരിക്കും. അതായത് പെണ്ണുങ്ങളുടെ ആ ഒരു ഡ്രസ്സിങ്ങും ഇതൊക്കെ മാറ്റിയിട്ട് പിന്നെ ഒരു ആൺകുട്ടികൾ ജീവിക്കണ പോലെ ആയിരിക്കും ജീവിക്കുക. ഓക്കെ. ഇമ്പോർട്ടൻസ് എന്താണ്? എൻകറേജ് സെൽഫ് റെസ്പെക്റ്റ് എൻകറേജ് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ഈക്വാലിറ്റി ആൻഡ് ഇൻക്ലൂഷൻ. ഈക്വാലിറ്റി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും കൂട്ടിയിട്ടുള്ള ഇൻക്ലൂഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നുണ്ട്. പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രൊമോട്ട് ഹെൽത്തി സോഷ്യൽ റിലേഷൻഷിപ്സ്. പിന്നെ ഡെവലപ്പ് ഇമോഷണൽ വെൽബീയിങ്. ഓക്കെ. സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് പ്രോസസ്സാണ്. അതായത് ജനനം മുതൽ മരണം വരെ നടക്കുന്ന ഒന്നാണ് സോഷ്യലൈസേഷൻ. ആൻ ഇൻഡിവിജ്വൽ ലേൺ ദ വാല്യൂ, ബിലീഫ്, ആറ്റിറ്റ്യൂഡ്, കസ്റ്റം, ബിഹേവിയർ, ലാംഗ്വേജ് അക്സെപ്റ്റഡ് ബൈ സൊസൈറ്റി. സൊസൈറ്റിയിൽ അംഗീകരിച്ചിട്ടുള്ള അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കസ്റ്റംസും വാല്യൂസും ബിഹേവിയേഴ്സൊക്കെ ഒരു വ്യക്തി പഠിക്കുന്നതാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ടീച്ച് ഹൗ ടു ലീവ് ആസ് റെസ്പോൺസിബിൾ മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട മെമ്പേഴ്സായിട്ട് ജീവിക്കാൻ ഇത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എന്തൊക്കെയാണ്? ലൈഫ് ലോങ് പ്രോസസ്സാണ്, ജീവിതാവസാനം വരെ നടക്കുന്നതെന്നാണ് സോഷ്യലൈസേഷന്. ബിഗിൻ അറ്റ് ബർത്ത്. നമ്മൾ ജനിച്ച ശേഷം ഇത് തുടങ്ങുന്നുണ്ട്. ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫാമിലിയും സ്കൂളും നമ്മളെ സുഹൃത്തുക്കളും മീഡിയക്കൊക്കെ ഇതിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. പിന്നെ ഇൻഡിവിജ്വലിനെ ഒരു സൊസൈറ്റിക്ക് അഡ്ജസ്റ്റ് ചെയ്യണതിലൊക്കെ ഇതിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹെൽപ്പ് ഇൻഡിവിജ്വൽ അഡ്ജസ്റ്റ് ടു സൊസൈറ്റി. അതായത് ഒരു സൊസൈറ്റിയുടെ നോംസ് റോൾസൊക്കെ പഠിച്ചിട്ട് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡെവലപ്പ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ട്രാൻസ്ഫർ കൾച്ചർ ഫ്രം വൺ ജനറേഷൻ ടു അനദർ. അതായത് നമ്മൾ അവിടുത്തെ ഇതോളൊക്കെ പഠിക്കുമ്പോൾ നമ്മളെ കുട്ടികൾക്ക് പഠിപ്പിക്കും, പിന്നെ അവരത് ഫോളോ ചെയ്യും. അപ്പോൾ ഒരു കൾച്ചർ എന്ത് ചെയ്യണം, അടുത്തൊരു ജനറേഷനിലേക്ക് ഇങ്ങനെ കൈമാറി കൊണ്ടുപോവുകയാണ് അല്ലേ. പിന്നെ ഇതിൽ എന്താ പറയുക, ഹെൽപ്പ് ഇൻഡിവിജ്വൽ, അത് നമ്മൾ പറഞ്ഞു. പിന്നെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഡെവലപ്പ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക. പിന്നെ സോഷ്യൽ നോംസ്, അവിടുത്തെ ആചാരങ്ങൾ, ബിലീഫ്സും സ്കിൽസൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുക. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതായത് വേറുള്ളവരുമായിട്ട് ഇൻട്രാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് കൂടുമല്ലോ കമ്മ്യൂണിക്കേഷൻ സ്കിൽസൊക്കെ. പിന്നെ കോപ്പറേഷൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ റെസ്പോൺസിബിൾ സിറ്റിസൺസിനെ ഇവർ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ലേൺ അക്സെപ്റ്റബിൾ ബിഹേവിയർ. അതായത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന സ്വഭാവങ്ങൾ, ബിഹേവിയർ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സോഷ്യലൈസേഷനിൽ 4 ടൈപ്പ് പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? പ്രൈമറി അറിയുന്നത് ഫാമിലിയാണല്ലേ. ഫാമിലിക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. ഒരു കുട്ടി ജനിച്ച് വീണിട്ട് ആ ഒരു ഫാമിലിയിൽ നിന്നാണ് മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങൾ പഠിക്കുന്നത്. എന്തൊക്കെ? ലാംഗ്വേജ്, മാനേഴ്സ്, വാല്യൂസ്, ഇതൊക്കെ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. സെക്കൻഡ് എവിടെ നിന്നാണ്? സെക്കൻഡറി ആണ് രണ്ടാമത്തെ ടൈപ്പ്. അത് സ്കൂള്, ഫ്രണ്ട്സ്, ടീച്ചേഴ്സിൽ. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒരു കുട്ടി വീട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലായിരിക്കും. അപ്പോൾ സ്കൂളിൽ നിന്ന്, അവിടുത്തെ കൂട്ടുകാരുടെ അടുത്ത് നിന്ന്, ടീച്ചേഴ്സിന്, ഇവിടെ നിന്നൊക്കെയാണ് സോഷ്യലൈസേഷൻ പിന്നെ നടക്കുന്നത്. മൂന്നാമത്തെ ടൈപ്പ് ആൻറ്റിസിപ്പേറ്ററി ആയിട്ടുണ്ടെങ്കിൽ ഭാവിയിലൊരു ഇതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ തയ്യാറാവുന്നതാണ് ആൻറ്റിസിപ്പേറ്ററി അറിയുന്നത്. അതായത് ഭാവിയിൽ നമ്മൾ ടീച്ചേഴ്സ് ആവാനായിട്ട് ഇപ്പോൾ നമ്മൾ ബി എഡിൻ്റെ
ഇത് ചെയ്യുന്നുണ്ടല്ലോ, ഇൻറ്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? ഭാവിയിൽ നമുക്ക് ടീച്ചർ ആവാൻ വേണ്ടിയിട്ടാണല്ലേ. അപ്പോൾ സ്റ്റുഡൻറ്റ് ടീച്ചർ ഇതിനൊരു എക്സാമ്പിളാണ്. പിന്നെ പ്രിപ്പയർ മാരേജ്, അതായത് നമ്മൾ ഭാവിയിൽ കല്യാണം കഴിഞ്ഞിട്ട് ചെയ്യേണ്ട ജോലികൾ, വീട്ടിലെ ജോലികൾ അല്ലെങ്കിൽ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇപ്പം തന്നെ പഠിക്കുന്നുണ്ടല്ലോ. അതായത് ഭാവിയിലേക്ക് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ് ആൻറ്റിസിപ്പേറ്ററി. റീസോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഴയ കാര്യങ്ങൾ പാടെ ഉപേക്ഷിച്ചിട്ട് പുതിയ ഒരു ഹാബിറ്റ് പഠിക്കുകയാണ് അല്ലേ. ഒരു എക്സാമ്പിൾ പറയുന്നത് മിലിറ്ററി ട്രെയിനിങ്, പുതിയ ജോലി, ന്യൂ ജോബ്, ഇതൊക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ് ജെൻഡർ ഐഡൻറ്റിറ്റി ആൻഡ് സോഷ്യലൈസേഷൻ പ്രാക്ടീസ്. ഇവിടെ എന്താ പറയുന്നത്? ജെൻഡർ ഐഡൻറ്റിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെൻഡർ ഐഡൻറ്റിറ്റി എന്നാണ് ഒരാൾ സ്വയം തിരിച്ചറിയണല്ലേ, ആണാണോ പെണ്ണാണോ എന്താണെന്നുള്ളത്. ജെൻഡർ ഐഡൻറ്റിറ്റി ഡെവലപ്പ് മെയിൻലി ത്രൂ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ. സൊസൈറ്റി ടീച്ച് ബോയ്സ് ആൻഡ് ഗേൾസ് ഹൗ ടു ബിഹേവ്, ഡ്രസ്സ്, സ്പീക്ക്, ഇൻട്രാക്ട്. അതായത് ജെൻഡർ ഐഡൻറ്റിറ്റി പ്രധാനമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഇതിൽ കൂടെയാണ്, സോഷ്യലൈസേഷൻ വഴിയാണ്. സൊസൈറ്റി ഒരാളോട്, ഒരു ആൺകുട്ടിയോട് പെൺകുട്ടിയോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, പെരുമാറേണ്ടത്, എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്, എങ്ങനെയാണ് വർത്തമാനം പറയേണ്ടത്, പിന്നെ അതുപോലെ ആരോടൊക്കെയാണ് ഇടപഴകേണ്ടത്, ഇതൊക്കെ സൊസൈറ്റിയിൽ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. ഫാമിലി പറഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഏജൻറ്റ് ഫാമിലിയാണ്. ഫാമിലിത്തെ പോസിറ്റീവായിട്ടുള്ള പ്രാക്ടീസസ് എന്തൊക്കെയാണ്? ബോയ്സിനും ഗേൾസിനും എഡ്യൂക്കേഷൻ കൊടുക്കുക, ഈക്വലായിട്ടുള്ള ന്യൂട്രീഷൻ നൽകുക, ഈക്വലായിട്ടുള്ള അവസരങ്ങൾ നൽകുക. പിന്നെ എന്താണ്? വീട്ടിലെ ജോലികൾ ആൺകുട്ടിനെയും പെൺകുട്ടിനെയും ഒരേപോലെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക അല്ലേ. പിന്നെ എൻകറേജിങ് ബോത്ത്, രണ്ടുപേരും എന്ത് ചെയ്യാം? എൻകറേജ് ചെയ്യിപ്പിക്കുക. പിന്നെ രണ്ടുപേർക്കും ഒരേപോലെ തന്നെ ലവും കെയറൊക്കെ നൽകുക. നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് വീട്ടിൽ കൊടുക്കുന്നത് എന്തൊക്കെയാണ്? ഗേൾസിനോട് കുക്ക് ചെയ്യാൻ പറയുക, ബോയ്സിന് എന്ത് ചെയ്യുക? ഔട്ട്സൈഡ് പ്ലേ ചെയ്യാനായിട്ട് എൻകറേജ് ചെയ്യുക. പിന്നെ ഗേൾസിന് എന്ത് ചെയ്യുക? ഹയർ എഡ്യൂക്കേഷൻ ഒന്നും കൊടുക്കാതെ വീട്ടിൽ തന്നെ ഇരുത്തുന്നത്. പിന്നെ ബോയ്സിനോട് പറയാൻ കരയാൻ പാടില്ല എന്ന് പറയുന്നത്. പിന്നെ കൂടുതൽ പരിഗണന ബോയ്സിന് കൊടുക്കുക. പിന്നെ അൺഈക്വലായിട്ടുള്ള ഇൻഹെറിറ്റൻസ്, ഇതൊക്കെയാണ് വീട്ടിൽ നിന്ന് കിട്ടുന്നത്. ഇതിൻ്റെ എഫക്റ്റുകൾ എന്തൊക്കെയാണ്? ജെൻഡർ സ്റ്റീരിയോടൈപ്പ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ പെൺകുട്ടികളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ മെയിൽ ഡൊമിനൻസ്, പിന്നെ ജെൻഡർ ഇനീക്വാളിറ്റി, പിന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള കരിയർ ചോയ്സസ്. പിന്നെ നമ്മൾ പറയുമ്പോൾ ഗേൾസിന് പിങ്ക് കളറിൽ സാധനങ്ങൾ മേടിച്ചു കൊടുക്കുക, ഡോൾസ് വാങ്ങിക്കൊടുക്കുക. ആൺകുട്ടികളാണെങ്കിൽ ബ്ലൂ കളറ്, അതുപോലെ തന്നെ കാറുകൾ മേടിച്ചു കൊടുക്കുക അല്ലേ. നെക്സ്റ്റ് പറയുന്നത് സ്കൂളാണ്. സ്കൂളിൽ എന്താണ്? ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ സോഷ്യലൈസേഷൻ. സോഷ്യലൈസേഷനിൽ ഫാമിലി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് റോൾ ഉള്ളത് ആർക്കാണ്? സോഷ്യലൈസേഷനിൽ സ്കൂളിനാണ്. പോസിറ്റീവ് പ്രാക്ടീസസ് എന്തൊക്കെയാണ്? ഈക്വൽ ക്ലാസ് റൂം പാർട്ടിസിപ്പേഷൻസ്, രണ്ടുപേരും ഒരുപോലെ തന്നെ ക്ലാസ് റൂമുകളിൽ എന്ത് ചെയ്യുക? പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക. പിന്നെ മിക്സ്ഡ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ചേർത്തിട്ടുള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്. ഈക്വൽ സ്പോർട്സ് ഓപ്പർച്യൂണിറ്റീസ്, രണ്ടുപേർക്ക് സ്പോർട്സിൽ അവസരം കൊടുക്കുക. ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള ടീച്ചിങ് നടത്തുക. പിന്നെ എന്താണ്? ഈക്വൽ ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്, രണ്ടുപേർക്കും ലീഡർ ആവാനുള്ള അവസരങ്ങൾ കൊടുക്കുക. പിന്നെ ക്രിയേറ്റ് ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യുക. ഇനി പറയാൻ പോകുന്നത് നെഗറ്റീവ് പ്രാക്ടീസസ് എന്തൊക്കെയാണ്? ടീച്ചർ എക്സ്പെക്റ്റ് ബോയ്സ് ടു ആൻസർ മോർ അല്ലേ. അതായത് ടീച്ചർ പ്രതീക്ഷിക്കുകയാണ് ആൺകുട്ടികളാണ് കൂടുതൽ ഉത്തരം പറയുക എന്നുള്ളത്. പിന്നെ ഗേൾസ് ഗെറ്റ് ക്ലീനിങ് ഡ്യൂട്ടീസ്, പെൺകുട്ടികൾക്ക് സ്കൂളിൽ അധികം അടിച്ചു വരാനും ക്ലീൻ ചെയ്യാനുള്ള ഡ്യൂട്ടീസാണ് കിട്ടുന്നത്. ഗേൾസ് എൻകറേജ് ഇൻ ആർട്സ്, പെൺകുട്ടികളെ കൂടുതലായിട്ട് ആർട്സിലാണ് എൻകറേജ്മെൻറ്റ് കിട്ടുന്നത്. പിന്നെ ബോയ്സ് എൻകറേജ്ഡ് ഇൻ സയൻസ്, പെൺകുട്ടികളോട് പറയുകയാണെങ്കിൽ ആർട്സ് ചൂസ് ചെയ്താൽ മതി, ആൺകുട്ടികളോട് പറയുകയാണെങ്കിൽ സയൻസ് ചൂസ് ചെയ്താൽ മതി എന്നുള്ളത് കേട്ടോ. പിന്നെ ബയാസ്ഡ് ആയിട്ടുള്ള ക്ലാസ് റൂം ഇൻട്രാക്ഷൻ, ഇതൊക്കെയാണ് സ്കൂളിൽ നടക്കുന്നത്. എഫക്റ്റുകൾ എന്തൊക്കെയാണ്? റീഇൻഫോഴ്സ് സ്റ്റീരിയോടൈപ്പിലൊക്കെ എന്താണ്? ഒന്നുകൂടിയും ഊട്ടി ഉറപ്പിക്കുകയാണ് അല്ലേ. പിന്നെ കോൺഫിഡൻസ് കുറയുന്നുണ്ട്. പിന്നെ അൺഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ഓർഗനൈസേഷനിൽ എന്താ പറയുന്നത്? ഓർഗനൈസേഷൻ ഏതൊക്കെയാണ്? ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് റിലീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്പോർട്സ് ക്ലബ്ബുകൾ, യൂത്ത് ക്ലബ്ബുകൾ, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസ്, വർക്ക് പ്ലേസ്, NGOs, ഇതൊക്കെയാണ് ഓർഗനൈസേഷനിലുള്ളത്. പോസിറ്റീവായിട്ടുള്ള പ്രാക്ടീസ് എന്താണ്? ഈ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഓരോ പാർട്ടിയിലും ഈ ക്ലബ്ബിലൊക്കെ എന്ത് ചെയ്യുക? ഈക്വൽ ലീഡർഷിപ്പ് കൊടുക്കുക, ഈക്വൽ പാർട്ടിസിപ്പേഷൻ കൊടുക്കുക, ഈക്വൽ ഡിസിഷൻ മേക്കിങ്ങിനുള്ള റൈറ്റ് കൊടുക്കുക, ഈക്വൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, ജെൻഡർ അവയർനെസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക. പിന്നെ നെഗറ്റീവായിട്ടുള്ള ഇതുകൾ പറഞ്ഞിട്ടുള്ളത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അല്ലേ, ആണുങ്ങളെ പെണ്ണുങ്ങളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക. പിന്നെ എന്താണ്? ശമ്പളത്തിൽ വേജിലുള്ള ഇനീക്വാലിറ്റി, പെണ്ണുങ്ങൾക്ക് കുറച്ച് ശമ്പളം ആണുങ്ങൾക്ക് കുറച്ച് അധികം ശമ്പളം കൊടുക്കുക ഒരേ ജോലിയാണെങ്കിൽ പോലും. പിന്നെ ലീഡർഷിപ്പ് ഡൊമിനൻസ് ബൈ മെൻ, ആണുങ്ങൾക്ക് എന്ത് ചെയ്യുക? ലീഡർഷിപ്പ് കൊടുത്തിട്ട് അവരെന്ത് ചെയ്യുക? പെണ്ണുങ്ങൾ എന്ത് ചെയ്യാണ്? ഡൊമിനൻസ് ചെയ്യുക അല്ലെ, അവരെന്ത് ചെയ്യുക? ഭരിക്കുക വെക്കാറ്. പിന്നെ അൺഈക്വലായിട്ടുള്ള പ്രൊമോഷൻസ്. പിന്നെ എഫക്റ്റ് എന്താണ്? സോഷ്യൽ ഡിസ്ക്രിമിനേഷന്, എക്കണോമിക് ഇനീക്വാലിറ്റി, ഇതൊക്കെയാണ് ഇതിൻ്റെ എഫക്റ്റ് വരുന്നത്. പിന്നെ
നെക്സ്റ്റ് ടോപ്പിക് എന്താണ് റോൾ ഓഫ് ഫാമിലി, സ്കൂൾ, പിയേഴ്സ്, ടീച്ചേഴ്സ്, കരിക്കുലം ആൻഡ് ടെക്സ്റ്റ് ബുക്ക് ഇൻ ചലഞ്ചിങ് ജെൻഡർ ഇനീക്വാലിറ്റി ഓർ റീഇൻഫോഴ്സിങ് ജെൻഡർ പാരിറ്റി. ഇവിടെ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലിയുടെ റോളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്. ഈക്വൽ ലവ് ആൻഡ് അഫെക്ഷനിൽ രണ്ടുപേർക്കും ഒരേപോലെ ലവ് ആൻഡ് അഫെക്ഷൻ കൊടുക്കുക. ജെൻഡർ പാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത്. അതുപോലത്തെ ജെൻഡർ ഇനീക്വാലിറ്റി എന്താണ് ചലഞ്ച് ചെയ്യാനായിട്ട് തടയാനും അതുപോലെ തന്നെ ജെൻഡർ പാരിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈക്വൽ ലവ് ആൻഡ് അഫെക്ഷൻ കൊടുക്കുക. ഈക്വൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക ആണുങ്ങൾക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും. പിന്നെ ന്യൂട്രീഷനും ഹെൽത്ത് കെയറൊക്കെ ഒരേപോലെ തന്നെ കൊടുക്കുക. പിന്നെ ഹൗസ് വർക്ക് രണ്ടുപേർക്കും ഒരേപോലെ തന്നെ വീട്ടിൽ ജോലികൾ ചെയ്യിപ്പിക്കുക. പിന്നെ എന്താണ് നല്ല നല്ല വസ്ത്രങ്ങൾ കുട്ടികൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ കൊടുക്കുക. അവർക്ക് അവരുടെ കരിയർ സെലക്ട് ചെയ്യാനുള്ള ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം കൊടുക്കുക. പിന്നെ ഡിസിഷൻ അവരുടെ കാര്യത്തിലുള്ള ഡിസിഷൻ മേക്കിംഗ് ചെയ്യാൻ രണ്ടുപേർക്കും ഒരേപോലെ അവസരങ്ങൾ കൊടുക്കുക. സെൽഫ് കോൺഫിഡൻസ് കൂട്ടിക്കൊടുക്കുക. പിന്നെ അപ്രീഷിയേറ്റ് അച്ചീവ്മെൻറ്റ് ഈക്വലി രണ്ടുപേരും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക രണ്ടുപേരും അഭിനന്ദിക്കുക. പിന്നെ എന്ത് ചെയ്യുക ചലഞ്ച് സ്റ്റീരിയോ ടൈപ്സ്. ഓക്കെ, സ്കൂളിൽ എന്താണ് ഈക്വൽ അഡ്മിഷൻ അവോയ്ഡ് ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, രണ്ടുപേർക്ക് ഈക്വൽ അഡ്മിഷൻ കൊടുക്കുക. പിന്നെ എന്താ ഈക്വൽ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ എന്താണ് വാല്യൂ എഡ്യൂക്കേഷൻ, സേഫ് ക്ലാസ് റൂം വാല്യൂ എഡ്യൂക്കേഷൻ കൊടുക്കുക. പിന്നെ സേഫ് ക്ലാസ് റൂം, ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റുകൾ, പിന്നെ ടീച്ച് ഈക്വാളിറ്റി, റെസ്പെക്റ്റ്, ഹ്യൂമൻ റൈറ്റ് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ പ്രൊട്ടക്റ്റ് ഫ്രം ബുള്ളിങ് ആൻഡ് ഹറാസ്മെൻറ്റിൽ സ്കൂളിൽ എന്ത് ചെയ്യണം എന്തെങ്കിലും ബുള്ളിങ് അടിയോ ഇടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹരാസ്മെൻറ്റ് കുട്ടികൾ ആരെങ്കിലും കളിയാക്കലൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ എന്ത് ചെയ്യുക സ്കൂളിലെ ടീച്ചേഴ്സ് സ്റ്റാഫൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക. പിന്നെ ഈക്വൽ ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഈക്വൽ ആയിട്ടുള്ള ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്. പിന്നെ ജെൻഡർ സെൻസിറ്റീവ് ആക്ടിവിറ്റീസ് സ്കൂളിൽ കണ്ടക്ട് ചെയ്യുക. പിന്നെ ടീച്ചർ ട്രെയിനിങ്ങുകൾ. പിന്നെ പ്രൊമോട്ട് ഇൻക്ലൂസീവ് ക്ലാസ് റൂം. ഓക്കെ, നെക്സ്റ്റ് ഒബ്സ്റ്റക്കിൾസ് ഫേസ്ഡ് ബൈ വുമൺ ഇൻ ഗെറ്റിംഗ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഇൻ എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിൽ എന്താ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതിന് തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് പറയേണ്ടത്. ഒബ്സ്റ്റക്കിൾസ് വുമൺസ് ഫേസ് ചെയ്യുന്നതാണ് കേട്ടോ. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അല്ലേ, ജെൻഡറിൻ്റെ പേരിലുള്ള ഡിസ്ക്രിമിനേഷൻ. പോവർട്ടി ദാരിദ്ര്യം. പിന്നെ ഏർലി മാരേജ് നേരത്തെയുള്ള കല്യാണങ്ങൾ. ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റി വീട്ടിലത്തെ ഉത്തരവാദിത്തങ്ങൾ. പിന്നെ സേഫ്റ്റി കൺസേൺ അതായത് പാരൻസ് ഫിയർ ടു സെൻഡ് ഡിസ്റ്റൻസ് അതായത് കുറച്ച് ദൂരത്തേക്ക് കോളേജും സ്കൂളൊക്കെ വരുന്നെങ്കിൽ കുട്ടികളെ എങ്ങനെ പറഞ്ഞേക്കുക എന്നുള്ളൊരു ടെൻഷൻ വീട്ടുകാർക്ക് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ലാക്ക് ഓഫ് ഫെസിലിറ്റീസ് ഇല്ലായ്മ. പുവർ സാനിറ്റൈസേഷന്, ലാക്ക് ഓഫ് സെപ്പറേറ്റ് ടോയ്ലറ്റ്, ലാക്ക് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ അതായത് യാത്രയുടെ ബുദ്ധിമുട്ട്, ടോയ്ലറ്റ് ഇല്ലാത്ത പ്രശ്നങ്ങൾ. പിന്നെ ഇപ്പോൾ എന്തൊക്കെയാണ് കൾച്ചറൽ ആൻഡ് റിലീജിയസ് ബിലീഫ്സ് അതായത് ചില കൾച്ചറൽ ബിലീഫിലൊക്കെ പെണ്ണുങ്ങൾ അധികം പഠിക്കണ്ട എന്നുള്ള ഒരു ഇതുണ്ടാവില്ലേ, പെണ്ണുങ്ങൾ വേഗം കല്യാണം കഴിക്കണം കുട്ടികളാവണം അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ് അതായത് ഗേൾസ് ഡോണ്ട് നോ ദി എഡ്യൂക്കേഷൻ അതായത് നമ്മുടെ സൊസൈറ്റിയിലുള്ളൊരു കാര്യമാണ് പെണ്ണുങ്ങൾക്ക് അധികം പഠിച്ചിട്ട് ഇപ്പോൾ എന്താ കാര്യം ഒരു വീട്ടിലിരിക്കാനല്ലേ എന്നുള്ള ഒരു ചിന്ത. പിന്നെ ലാക്ക് ഓഫ് ഫീമെയിൽ ടീച്ചേഴ്സ് ഗേൾസ് ഫീൽ അൺകംഫർട്ടബിൾ അതായത് സ്ത്രീകളധികം ടീച്ചേഴ്സായിട്ടില്ല, പുരുഷന്മാർ മാത്രം അധ്യാപകരാണെങ്കിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യും ഈ പെൺകുട്ടികൾക്ക് ഒരു എന്താ പറയുക ഒരു അൺകംഫർട്ട് ഉണ്ടാകുന്നുണ്ടല്ലോ എങ്ങനെ ഈ ക്ലാസ്സിലിരിക്കുക. പിന്നെ അതുപോലെ പീരിയഡ്സിൻ്റെ പ്രശ്നം എന്തെങ്കിലും വരുമ്പോൾ പറയാൻ ആരുമില്ല, അങ്ങനെ കുറേ ഒരു അൺകംഫർട്ട് തോന്നും. പിന്നെ ഹറാസ്മെൻറ്റ് ആൻഡ് ബുള്ളിങ് ഇതൊക്കെയാണ് കുറച്ച് ഒബ്സ്റ്റക്കിൾസ് തടസ്സങ്ങൾ. എഫക്റ്റ് എന്തൊക്കെയാണ് സ്കൂളിലെ ഡ്രോപ്പ് ഔട്ട് കുറേ കുട്ടികൾ സ്കൂൾ വിട്ടു പോകല്. പിന്നെ എന്താണ് ലോ ഇലിറ്ററസി എഴുതാനും വായിക്കാനും ഉള്ള കഴിവ് അല്ലെങ്കിൽ എഡ്യൂക്കേഷനൊന്നും കുട്ടികൾക്ക് പെണ്ണുങ്ങൾക്ക് ഇല്ലാതാവും. എക്കണോമിക് ഡിപ്പെൻഡൻസ് അതായത് ഭാവിയിൽ എന്ത് ചെയ്യും പൈസൻ്റെ ആവശ്യത്തിന് ഇതിനൊക്കെ നമ്മൾ ആണുങ്ങളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരും. ലിമിറ്റഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ജോലി സാധ്യതകൾ കുറയും. പിന്നെ പവർ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടും. കണ്ടിന്യൂഡ് ജെൻഡർ ഇനീക്വാലിറ്റി ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. നെക്സ്റ്റ് പറയുന്നത് വേസ് ടു ഇമ്പ്രൂവ് ജെൻഡർ പാരിറ്റി ഇൻ സ്കൂളത്തെ ജെൻഡർ പാരിറ്റിയിൽ അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കുറച്ച് വഴികൾ എന്തൊക്കെയാണ്. ഈക്വൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് രണ്ടുപേർക്ക് തുല്യമായിട്ടുള്ള വിദ്യാഭ്യാസത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള കരിക്കുലം ഉണ്ടാക്കുക. പിന്നെ ടീച്ചേഴ്സിന് എന്ത് ചെയ്യുക ട്രെയിനിങ് കൊടുക്കുക. പിന്നെ സേഫ് സ്കൂൾ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. സെപ്പറേറ്റ് ആയിട്ടുള്ള സാനിറ്റൈസേഷൻ ഫെസിലിറ്റീസ് അതായത് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ സ്കോളർഷിപ്പുകൾ പ്രൊവൈഡ് ചെയ്യുക. അവയർനെസ് പ്രോഗ്രാംസ് ഉണ്ടാക്കുക. ഈക്വൽ പാർട്ടിസിപ്പേഷൻ രണ്ടുപേരും ഒരുപോലെ ആൺകുട്ടികളും പെൺകുട്ടികളും എന്തെങ്കിലും പരിപാടികളോ എന്തെങ്കിലും ഇതുകളോ എന്ത് വരുമ്പോഴും രണ്ടുപേരും ഒരേപോലെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക. പിന്നെ പാരൻസും ടീച്ചേഴ്സും തമ്മിൽ നല്ല കോപ്പറേഷൻ ഉണ്ടാവണം. കുട്ടികളുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം. കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ചോദിക്കണം. കൂട്ടുകാരുടെ കാര്യം എന്താ അവിടെ പറയുന്നത്. പിയേഴ്സ് ഹാവ് എ ഗ്രേറ്റ് റോൾ ഇൻ റീഇൻഫോഴ്സിങ് ജെൻഡർ പാരിറ്റി റീഇൻഫോഴ്സ് ചെയ്യുന്നതിൽ കൂട്ടുകാർക്ക് വലിയൊരു പങ്കുണ്ട്. എങ്ങനെയൊക്കെയാണ്
സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയേഴ്സ്. ഒരു കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ്സ് ബിഹേവിയേഴ്സൊക്കെ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളൊക്കെ വലിയൊരു ഇൻഫ്ലുവൻസ് തന്നെ കൂട്ടുകാർക്കുണ്ട് അല്ലേ. ഡ്യൂറിങ് ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസൻസ്, ചെറിയ കുട്ടികളാകുമ്പോഴും അതുപോലെ വലിയൊരു അഡോളസൻസിൽ എത്തുമ്പോൾ ഈ ഫ്രണ്ട്സിന് വലിയൊരു റോള് ജീവിതത്തിലുണ്ട്. പോസിറ്റീവ് റോൾ എന്തൊക്കെയാണ്? റെസ്പെക്റ്റ് ഓൾ ജെൻഡേഴ്സ്, എല്ലാ ജെൻഡേഴ്സിനും റെസ്പെക്റ്റ് ചെയ്യുക. എൻകറേജ് ഈക്വൽ പാർട്ടിസിപ്പേഷനിൽ ആൺകുട്ടികൾ പെൺകുട്ടികൾ ഒരേപോലെ പാർട്ടിസിപ്പേഷൻ ചെയ്യും. പ്രിവെൻറ്റ് ബുള്ളിങ്, അതായത് അടിയിടിയൊക്കെ ഒഴിവാക്കാൻ നല്ല കൂട്ടുകാരന്മാരാണ് സഹായിക്കും. പിന്നെ സപ്പോർട്ട് ഗേൾസിൻ്റെ ലീഡർഷിപ്പൊക്കെ എന്ത് ചെയ്യും? സപ്പോർട്ട് ചെയ്യും. ടീം വർക്ക് പ്രൊമോട്ട് ചെയ്യും. സ്റ്റീരിയോ ടൈപ്പൊക്കെ ചലഞ്ച് ചെയ്യും. പിന്നെ കോൺഫിഡൻസ് കൂട്ടും. പിന്നെ ഇൻക്ലൂസീവ് ഫ്രണ്ട്ഷിപ്പ്, എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ നല്ല കൂട്ടുകെട്ടാണെങ്കിൽ ഉണ്ടാവട്ടെ. പോസിറ്റീവ് റോളാണ് കൂട്ടുകെട്ടിൻ്റെ, ഫ്രണ്ട്ഷിപ്പ് ഇയേഴ്സിൻ്റെ. നെഗറ്റീവ് റോൾ എന്തൊക്കെയാണ്? ടീസിങ് ബേസ്ഡ് ഓൺ ജെൻഡറിൻ്റെ ബേസിലുള്ള ടീസിങ്, ആണാണ് പെണ്ണാണുള്ള ഒരു കളിയാക്കൽ. പിന്നെ എക്സ്ക്ലൂഡിങ് ഗേൾ ഫ്രം ഗെയിംസ് എന്നൊക്കെ ചില ഗെയിമിൽ നിന്നൊക്കെ പെൺകുട്ടികളെ ഒഴിവാക്കുക. പിന്നെ ടോക്സിക് ആയിട്ടുള്ള മസ്കുലിനിറ്റിനെ കുറിച്ചിട്ടുള്ള അതൊക്കെ എൻകറേജ് ചെയ്യിപ്പിക്കുക. പിന്നെ സ്പ്രെഡിങ് സ്റ്റീരിയോടൈപ്പ് പരത്തുക. പിന്നെ ബിൽഡിങ് സ്റ്റുഡൻറ്റ് ഹൂ ഡസ് നോട്ട് ഫിറ്റ് ട്രഡീഷണൽ ജെൻഡേഴ്സ്, അതായത് ചില ഇതിലൊക്കെ ഫിറ്റാവാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, നമ്മൾ കളിയാക്കുക, ബുള്ളിങ് ചെയ്യുക, ഇടിക്കുക. ഓക്കെ. പോസിറ്റീവ് ഫ്രണ്ട്സ് ഡെവലപ്പ് ഈക്വാലിറ്റി, എമ്പതി, മ്യൂച്വൽ റെസ്പെക്റ്റ്. നല്ല കൂട്ടുകാരാണെങ്കിൽ നല്ല കരുണ, ദയ, പിന്നെ മ്യൂച്വലായിട്ടുള്ള റെസ്പെക്റ്റ്, തുല്യത, ഈക്വാലിറ്റി ഇതൊക്കെ കൂട്ടാനായിട്ട് സഹായിക്കും നല്ല ഫ്രണ്ട്സാണെങ്കിൽ. ഓക്കെ. പറയാൻ പോകുന്നത് ടീച്ചേഴ്സിൻ്റെ റോളാണിതിൽ. ടീച്ചേഴ്സ് ഈസ് നോട്ട് ഓൺലി ഇൻസ്ട്രക്ടേഴ്സ് ബട്ട് എ റോൾ മോഡൽ, മെൻറ്റർ, ഗൈഡ്. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ വെറും ഒരു ഇൻസ്ട്രക്ടർ മാത്രമല്ല, റോൾ മോഡലാണ്, മെൻറ്ററാണ്, ഗൈഡാണ്. ഓക്കെ. ടീച്ചർ ഇൻഫ്ലുവൻസ് സ്റ്റുഡൻറ്റ് ആറ്റിറ്റ്യൂഡ്സ്, ബിഹേവിയേഴ്സ്. ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടികളുടെ ആറ്റിറ്റ്യൂഡിന് ബിഹേവിയേഴ്സിനൊക്കെ നല്ലപോലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ട്രീറ്റ് ഓൾ സ്റ്റുഡൻറ്റ് ഈക്വൽ, എല്ലാ കുട്ടികളും ഒരേപോലെ കാണണം. ഗീവ് ഈക്വൽ അറ്റൻഷൻ ടു ബോയ്സ് ആൻഡ് ഗേൾസ്, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരേപോലെ തന്നെ അറ്റൻഷൻ കൊടുക്കണം. അവോയ്ഡ് ഫേവറിസം ഒഴിവാക്കൽ. ചില കുട്ടികളോടും ചില സെക്സിനോടൊക്കെ ടീച്ചേഴ്സിനൊരു ഫേവർ ഉണ്ടാകും. ചില കുട്ടികൾ എന്തെങ്കിലും പഠിച്ചു വന്നിട്ടില്ലെങ്കിൽ അന്നത് കുഴപ്പമില്ല എന്നറിയും. പിന്നെ ചില ആൺകുട്ടികൾക്ക് ചിലപ്പോൾ അധികം കൺസിഡറേഷൻ കൊടുക്കും, പെൺകുട്ടികൾക്ക് അധികം കൊടുക്കും, അതൊന്നും പറ്റില്ല. എല്ലാവർക്കും ഒരേപോലെ ആവണം. പിന്നെ എൻകറേജ് എവരി വൺ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എല്ലാവരും എന്ത് ചെയ്യുക? എൻകറേജ് ചെയ്യിപ്പിക്കുക. എൻകറേജ് ഈക്വൽ പാർട്ടിസിപ്പേഷൻ, ക്ലാസ് റൂം ഡിസ്കഷൻസ്, ഗ്രൂപ്പ് വർക്ക്, ഡിബേറ്റ്, സെമിനാർ, സ്പോർട്സ്, കൾച്ചറൽ പ്രോഗ്രാംസ്, സയൻസ് എക്സിബിഷൻ. ഇതിലെല്ലാത്തിലും എല്ലാ കുട്ടികളെയും എന്ത് ചെയ്യുക? തുല്യമായിട്ട് പങ്കെടുപ്പിക്കുക. ഓക്കെ. ദിസ് ഡെവലപ്പ് കോൺഫിഡൻസ് ആൻഡ് ലീഡർഷിപ്പ് എമംഗ് ഓൾ ചിൽഡ്രൻസ്. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുട്ടികളുടെ ഇടയിലുള്ള ലീഡർഷിപ്പ് സ്കിൽസ് അതുപോലെ തന്നെ കോൺഫിഡൻസ് ഒക്കെ കൂടും. പിന്നെ അവോയ്ഡ് ജെൻഡർ സ്റ്റീരിയോടൈപ്പ് എന്താ ഇല്ലാതാവും. യൂസ് ജെൻഡർ സെൻസിറ്റീവ് ലാംഗ്വേജ്, ജെൻഡർ സെൻസിറ്റീവായിട്ടുള്ള ഭാഷ നമ്മൾ യൂസ് ചെയ്യുക ക്ലാസ് റൂമിൽ. പിന്നെ എൻകറേജ് ഈക്വൽ ലീഡർഷിപ്പ്, രണ്ടുപേർക്കും ഒരേപോലെ തന്നെ തുല്യമായിട്ടുള്ള ലീഡർഷിപ്പുകൾ അതൊക്കെ എന്ത് ചെയ്യും? എൻകറേജ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? ക്രിയേറ്റ് എ സേഫായിട്ടുള്ള ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യുക. പിന്നെ മോട്ടിവേറ്റ് കരിയർ ഗോൾസ്, ഭാവിയിലുള്ള ജീവിത ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യുക? ജോലി ഓരോ എയിംസൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുക. വർക്ക് വിത്ത് പാരൻസുമായിട്ട് വർക്ക് ചെയ്യുക. അതായത് കുട്ടിയുടെ വീട്ടിൽ വന്നിട്ട് എങ്ങനെയാണ് അവർ താല്പര്യങ്ങളാണ്, എന്തെങ്കിലും വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? വീട്ടുകാരായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അന്വേഷിക്കുക. എ ജെൻഡർ സെൻസിറ്റീവ് ടീച്ചർ ക്യാൻ റിമൂവ് ഡിസ്ക്രിമിനേഷൻ, ബുള്ളിങ്, ബിൽഡ് കോൺഫിഡൻസ്, അക്കാഡമിക് അച്ചീവ്മെൻറ്റ്, ക്രിയേറ്റ് ആൻഡ് ഇൻക്ലൂസീവ് ക്ലാസ് റൂം. അതായത് ഒരു ജെൻഡർ സെൻസിറ്റീവായിട്ടുള്ള ടീച്ചറാണെങ്കിൽ ആ ടീച്ചർക്ക് എന്ത് ചെയ്യാം? ഈ നമ്മളെ കുട്ടികൾക്കിടയിൽ നടക്കുന്ന ഡിസ്ക്രിമിനേഷനും ഇടി അപ്പോൾ തന്നെ അതൊക്കെ ഒഴിവാക്കാൻ പറ്റും. കോൺഫിഡൻസ് കൂട്ടാനും സാധിക്കും ടീച്ചർക്ക്. പഠനത്തിലുള്ള മികവ്, അക്കാഡമിക് അച്ചീവ്മെൻറ്റൊക്കെ കൂട്ടാൻ സാധിക്കും. പിന്നെ ഒരു ഇൻക്ലൂസീവായിട്ടുള്ള ക്ലാസ് റൂം ഉണ്ടാക്കാനും ടീച്ചേഴ്സിന് സാധിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് കരിക്കുലത്തിൽ എന്താണ്? കരിക്കുലം ഈസ് ടോട്ടൽ ലേണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ബൈ സ്കൂൾ, ഇൻക്ലൂഡ് സബ്ജക്റ്റ്, ആക്ടിവിറ്റീസ്, ടീച്ചിങ് മെറ്റീരിയൽസ്, മെത്തേഡ്സ്, വാല്യൂസ്, എക്സ്പീരിയൻസ് ദാറ്റ് ഡെവലപ്പ് സ്റ്റുഡൻറ്റ് നോളജ്, സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്സ്. അതായത് ഒരു സ്കൂളിലെ എല്ലാ സംഭവത്തിനും കൂട്ടിയിട്ട് പറയുന്നതാണ് നമ്മൾ കരിക്കുലം എന്ന് പറയുന്നത്. അതിലെന്തൊക്കെ ഉണ്ട്? ഇതുകളൊക്കെ ഉണ്ട്. സബ്ജക്റ്റുകളും ആക്ടിവിറ്റീസും ടീച്ചിങ് മെത്തേഡ്സും വാല്യൂസും എക്സ്പീരിയൻസസും ഇതെല്ലാതും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക? പ്രൊമോട്ട് ഈക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യുക. പിന്നെ റിമൂവ് ജെൻഡർ സ്റ്റീരിയോടൈപ്പ് റിമൂവ് ചെയ്യുക. ഇൻക്ലൂഡ് വുമൺ കോൺട്രിബ്യൂഷൻസ്, സ്ത്രീകളുടെ നേട്ടങ്ങളൊക്കെ എന്ത് ചെയ്യുക? കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക. പിന്നെ എന്താ പറയുക? ഡെവലപ്പ് ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യുക. പിന്നെ പ്രൊമോട്ട് ഈക്വൽ പാർട്ടിസിപ്പേഷൻ രണ്ടുപേരും ഒരേപോലെ തന്നെ ഉൾപ്പെടുത്തുക അല്ലേ. പിന്നെ ലൈഫ് സ്കിൽസ്, എഡ്യൂക്കേഷൻ, ടീച്ചിങ്
ജീവിതത്തിൽ ലൈഫ് സ്കിൽസ്, ജീവിതത്തിൽ ദിവസം ഡേ ടു ഡേ ലൈഫിൽ വേണ്ടിയിട്ടുള്ള കഴിവുകൾ, സ്കിൽസൊക്കെ എന്ത് ചെയ്യാം ഇതിൽ ഉൾപ്പെടുത്തുക. പിന്നെ ജെൻഡർ അവയർനെസ് കൊണ്ടുവരിക. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ എന്താ പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയലാണ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. ഇൻഫ്ലുവൻസ് സ്റ്റുഡൻ്റ് ആറ്റിറ്റ്യൂഡ്സ്, കുട്ടികളെ ആറ്റിറ്റ്യൂഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ടെക്സ്റ്റ് ബുക്ക് ഷുഡ് പ്രൊമോട്ട് ഈക്വാലിറ്റി ഇൻസ്റ്റെഡ് ഓഫ് റീഇൻഫോഴ്സിങ് സ്റ്റീരിയോടൈപ്പ്. ടെക്സ്റ്റ് ബുക്ക് എന്തിനായിരിക്കണം, സ്റ്റീരിയോടൈപ്പ് റീഇൻഫോഴ്സ് ചെയ്യാനാവരുത്, പക്ഷേ ഈക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യാനായിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഈക്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ബോത്ത് മെൻ ആൻഡ് വുമൻ ടെക്സ്റ്റ്. ഒരു ടെക്സ്റ്റിൽ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്, സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരേപോലെ തന്നെ തുല്യമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെ ജെൻഡർ ന്യൂട്രൽ ലാംഗ്വേജ് യൂസ് ചെയ്യുക. പിന്നെന്താണ്, ഹൈലൈറ്റ് വുമൺസ് അച്ചീവ്മെൻറ്റ്, സ്ത്രീകളുടെ നേട്ടങ്ങളൊക്കെ എന്ത് ചെയ്യുന്ന ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. പിന്നെ അവോയ്ഡ് സ്റ്റീരിയോടിപ്പിക്കൽ പിക്ചേഴ്സ്, ഫാദർ വർക്കിംഗ് മോം കുക്കിങ്. അതായത് ചില ഇതിലൊക്കെ ഉണ്ടാവില്ലേ, ചില ചെറിയ കുട്ടികളുടെ ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അച്ഛന്മാർ വർക്ക് ചെയ്യണതും അമ്മമാർ കുക്ക് ചെയ്യുന്നതായിട്ടുള്ള ഫോട്ടോകൾ, ചെറിയ ചെറിയ കാർട്ടൂൺ ഫോട്ടോസ് കൊടുക്കും, അതൊക്കെ ഒഴിവാക്കുക. ഇൻക്ലൂഡ് ഹ്യൂമൻ റൈറ്റ് ഒക്കെ മനുഷ്യാവകാശങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക. കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് അതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക. പിന്നെ ഈക്വൽ ആസ്പിറേഷൻസ് പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, ഇതൊക്കെയാണ് ടെക്സ്റ്റ് ബുക്കിൽ വരുന്നത്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ജെൻഡർ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അസൈൻഡ് ഇൻ സ്കൂൾസ് ആൻഡ് ക്ലാസ് റൂം. ഇവിടെ പറയുന്നത് കോമൺ ജെൻഡർ റോൾസ് അസൈൻഡ് ടു ബോയ്സിനെ അസൈൻ ചെയ്തിട്ടുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് ജെൻഡർ റോൾസ് എന്തൊക്കെയാണെന്ന് പറയുന്നത് കേട്ടോ. ക്യാരിങ് ഹെവി ഫർണിച്ചർ. നമ്മളിപ്പോൾ ക്ലാസ് റൂമിൽ പണ്ടൊക്കെ ആലോചിച്ചാൽ മതി, അടിച്ചു വരുന്നൊക്കെ ഉണ്ടെങ്കിൽ ആൺകുട്ടിയോട് പറയും ഡെസ്കും ബെഞ്ചൊക്കെ പിടിക്കാനല്ലേ, ഹെവി ഫർണിച്ചറൊക്കെ പിടിക്കാൻ ആണുങ്ങളുടെ ജോലിയാണെന്ന് പറയുന്നത്. പിന്നെ അറേഞ്ചിങ് സ്പോർട്ട് എക്യുപ്മെൻറ്റ്സൊക്കെ അറേഞ്ച് ചെയ്യുക. പിന്നെ മോർണിംഗ് അസംബ്ലി ലീഡ് ചെയ്യുക. പിന്നെ എന്താണ്, സ്കൂൾസിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുക സ്പോർട്സിൽ. പിന്നെ ഓപ്പറേറ്റിംഗ് കമ്പ്യൂട്ടേഴ്സൊക്കെ ഓപ്പറേറ്റ് ചെയ്യുക. പിന്നെ റിപ്പയറിംഗ് ക്ലാസ്സിൽ എന്തെങ്കിലും മെറ്റീരിയൽസ് കേടുന്നാലും ഫാൻ എന്തെങ്കിലുമൊക്കെ കേടുന്നാലൊക്കെ കുട്ടികളോട്, സ്വിച്ച് കേടുന്നാലും ആൺകുട്ടികളോട് പറയുക അതൊന്ന് നേരാക്കണത് നോക്കണം എന്നൊക്കെ പറയുന്നത് അല്ലേ. പിന്നെ റോൾസ് കോമൺലി ഗിവൺ ടു ഗേൾസിന് കൊടുത്തിട്ടുള്ള കോമൺ റൂൾസ് എന്തൊക്കെയാണ്, ക്ലീനിങ് ദ ക്ലാസ് റൂം ക്ലീൻ ചെയ്യുക. ഡെക്കറേറ്റിംഗ് നോട്ടീസ് ബോർഡ് ഡെക്കറേറ്റ് ചെയ്യുക. ചെടികൾക്ക് വെള്ളം നിറക്കുക. ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യുക. പിന്നെ എന്താ, ക്ലാസ് റൂം ക്ലീനായിട്ട് വെക്കണ പെണ്ണുങ്ങൾക്കാണ്. പിന്നെ ഓർഗനൈസിങ് കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ ഓർഗനൈസ് ചെയ്യുക. പിന്നെ സെർവ് റിഫ്രഷ്മെൻറ്റ് ഡ്യൂറിങ് സ്കൂളിൽ എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ വെള്ളവും ചായയൊക്കെ കൊണ്ടുപോയി കൊടുക്കൽ പെൺകുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള പണിയാണ്. പിന്നെ മെഷർമെൻറ്റ് ഓഫ് ജെൻഡർ ഐഡൻറ്റിറ്റിയുടെ മെഷർമെൻറ്റിനെ കുറിച്ച് എന്താ ഇവിടെ പറയുന്നത്, ജെൻഡർ ഐഡൻറ്റിറ്റി ഈസ് ആൻ ഇൻഡിവിജ്വൽസ് പേഴ്സണൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദെയർ ഓൺ ജെൻഡർ. നമ്മളിതിപ്പോൾ കുറേ വട്ടം ഈ പാഠത്തിൽ പറഞ്ഞു കാണും അല്ലേ. അതായത് സ്വയം തിരിച്ചറിയുന്ന പ്രോസസ്സാണ് ജെൻഡർ ഐഡൻറ്റിറ്റി പറഞ്ഞാൽ. ഞാൻ ആണാണോ പെണ്ണാണോ എന്താണെന്നുള്ളത് ഒരു ഇൻഡിവിജ്വൽ എന്താണ് സ്വയം തിരിച്ചറിയാണ്, മനസ്സിലാക്കുകയാണ് അല്ലേ. ജെൻഡർ ഐഡൻറ്റിറ്റി ഇൻഫ്ലുവൻസ് ബിഹേവിയർ ആൻഡ് പേഴ്സണാലിറ്റി. ജെൻഡർ ഐഡൻറ്റിറ്റി ബിഹേവിയറിന്, സ്വഭാവത്തിന്, പേഴ്സണാലിറ്റിനെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സൈക്കോളജിസ്റ്റ് ഡെവലപ്ഡ് ടൂൾ ടു മെഷർ ദ ജെൻഡർ റിലേറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ്. സൈക്കോളജിസ്റ്റുകൾ ജെൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സൊക്കെ മെഷർ ചെയ്യാനായിട്ട് ടൂൾസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. മെഷറിങ് ജെൻഡർ ഐഡൻറ്റിറ്റി ഹെൽപ്പ് ടു അണ്ടർസ്റ്റാൻഡ് പേഴ്സണാലിറ്റി ട്രൈറ്റ്. നമ്മൾ ജെൻഡർ ഐഡൻറ്റിറ്റി എന്താ പറയുക മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പേഴ്സണാലിറ്റി ട്രൈറ്റ്സൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ജെൻഡർ റോൾസിനെ കുറിച്ച് പഠിക്കാൻ പറ്റും. പിന്നെ എഡ്യൂക്കേഷൻ റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റീരിയോടൈപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ പ്രൊമോട്ട് ഈക്വാളിറ്റി ഇൻ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനിൽ ഒരു ഈക്വാലിറ്റി കൊണ്ടുവരും. പിന്നെ ഇമ്പ്രൂവ് കൗൺസിലിംഗ് സർവീസൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക. 2 മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ്. നമ്മളതിൽ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന 2 ഇൻസ്ട്രുമെൻറ്റ്സാണ് BSRI, PAQ. BSRI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബംസെക്സ് റോൾ ഇൻവെൻറ്ററി, PAQ പേഴ്സണൽ ആട്രിബ്യൂട്ട് ക്വസ്റ്റ്യനെയർ. ബെംസെക്സ് റോൾ ഇൻവെൻറ്ററി ആയിട്ടുള്ള BSRI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്താണ്, ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റാണ് ഡെവലപ്ഡ് ബൈ സാന്ദ്രബെന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റാണ് ബെംസെക്സ് റോൾ ഇൻവെൻറ്ററി എന്ന് പറയുന്നത്. മെഷർ മെസ്കുലിനിറ്റി ആൻഡ് ഫെമിനിറ്റി. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്, മെസ്കുലിനിറ്റി ഫെമിനിറ്റി മെഷർ ചെയ്യാൻ. BSRI കാറ്റഗറൈസ് ഇൻഡിവിജ്വൽ ഇൻറ്റു 4 ways. BSRI 4 തരത്തിൽ ഇൻഡിവിജ്വൽസിനെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് 4 തരം? സെക്സ് ടൈപ്പ്ഡ്, ക്രോസ് സെക്സ് ടൈപ്പ്ഡ്, ആൻഡ്രോഗെയ്നസ്, അൺഡിഫറൻഷ്യേറ്റഡ്. ഇനി പറയാം മസ്കുലിൻ ആയിട്ടുള്ള ട്രൈറ്റ്സ് എന്തൊക്കെയാണ്? പുരുഷത്വം എന്നൊക്കെ പറയില്ലേ, ഒരു പുരുഷത്വം വേണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആവണം, ആംബിഷ്യസ് ആവണം, കോമ്പറ്റീറ്റീവ് ആവണം, സെൽഫ് റിലയൻ്റ് ആവണം, സ്ട്രോങ് പേഴ്സണാലിറ്റി ആയിരിക്കും. പിന്നെ റിസ്ക്കുകളൊക്കെ എടുക്കാനുള്ള വില്ലിങ് ഉണ്ടായിരിക്കും ആണുങ്ങൾക്ക് കേട്ടോ. ആണുങ്ങൾക്ക് നല്ല മസ്കുലിൻ എന്ന് നമ്മൾ പറയില്ല, ആണുങ്ങൾ തന്നെയാണ്. അതായത് അവനക്കൊരു പുരുഷത്വം ഉണ്ട്, അവൻ ആ പുരുഷന്മാരാണെങ്കിൽ ഇങ്ങനെ വേണമെന്ന് നമ്മൾ പറയില്ലേ, അതാണ് കേട്ടോ.
ഫെമിനിൻ പെണ്ണുങ്ങളായ എങ്ങനെ വേണമെന്ന് അറിയില്ല, ജെൻറ്റിലാവണം, വാമാവണം, ലോയലാവണം, സെൻസിറ്റീവ് ആവണം, കൈൻഡ് ആവണം, പിന്നെന്താണ് ഹെൽപ്പ്ഫുൾ ആവണം, സോഫ്റ്റായിട്ട് സ്പോക്കൺ ആവണം, പിന്നെ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കുന്നവരാവണം, പിന്നെ ന്യൂട്രൽ ടൈറ്റ്. അതായത് ന്യൂട്രൽ ടൈറ്റ് പറയുമ്പോൾ നമ്മൾ ബെസ്റ്റീസ്, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണുങ്ങളൊക്കെ ഉണ്ടാവും. കാരണം എന്താണ്, അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും. പിന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റിയ റിലയബിൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ, ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആൾക്കാരൊക്കെ, ഹാപ്പി, ട്രൂത്ത്ഫുൾ, അഡാപ്റ്റബിൾ. നെക്സ്റ്റ് എന്താ പറയുന്നത്, ഇതിൽ തന്നെ ഉള്ളത് തന്നെയാണ് PAQ. നമ്മൾ പറഞ്ഞില്ലേ, പേഴ്സണൽ ആട്രിബ്യൂട്ട് ക്വസ്റ്റ്യനെയർ. അതിലെന്താ പറയുക, ഡെവലപ്ഡ് ബൈ ജെയിൻ സ്പെൻസ്, റോബർട്ട് ഹെൽമറിച്ച്, ജോയ്സ് ചാപ്പ്. ഇവർ മൂന്നുപേരും പാടാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. PAQ മെഷർ പേഴ്സണാലിറ്റി ട്രൈറ്റ്. ഇത് പേഴ്സണാലിറ്റി ട്രൈറ്റ് മെഷർ ചെയ്യാനാണ്. ഐഡൻറ്റിഫൈ മസ്കുലൈൻ ഫെമിനിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്ക് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇൻ ക്ലാസ് റൂം ഇൻട്രാക്ഷൻസ്, റിച്വൽസ് ആൻഡ് സ്കൂൾ റൊട്ടീൻസ്. ഇവിടെ എന്താ പറയുന്നത്, ക്ലാസ് റൂമിൽ അൺഈക്വൽ അറ്റൻഷൻ, ആസ്കിങ് മോർ ക്വസ്റ്റ്യൻസ് ടു ബോയ്സ്, ഗേൾസ് ലോസ് കോൺഫിഡൻസ് ആൻഡ് ലെസ് പാർട്ടിസിപ്പേഷൻ ഇൻ ക്ലാസ് ഒക്യൂസ്. അതായത് അറ്റൻഷൻ അൺഈക്വലായിട്ട് കൊടുക്കൽ. ആൺകുട്ടിയോട് കൂടുതൽ ചോദ്യം ചോദിക്കുമ്പോൾ പെൺകുട്ടികൾക്ക് അവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നുണ്ട്. ക്ലാസ്സിൽ എന്താണുള്ള പാർട്ടിസിപ്പേഷനൊക്കെ അപ്പോൾ കുറഞ്ഞു വരും. പെൺകുട്ടികളുടെ ഡിഫറെൻറ്റ് എക്സ്പെക്റ്റേഷൻസ്, പലതരത്തിലുള്ള എക്സ്പെക്റ്റേഷൻസ്. ബോയ്സ് മാത്സിൽ നല്ലതാണ്, ഗേൾസ് ആർട്സിൽ നല്ലതാണെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ വെക്കുന്നതാണ് പിന്നുള്ളൊരു പ്രശ്നം. പിന്നെ അൺഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, പിന്നെ ജെൻഡർ ബയസ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ്, ക്ലാസ് റൂം സീറ്റിംഗ് അല്ലേ, ഇതൊക്കെയാണ് ക്ലാസ് റൂമിൽ നടക്കുന്നത്. സ്കൂൾ റിച്വൽസ് എന്താണ്, സ്കൂൾ റിച്വൽസ് ആർ മോർണിംഗ് അസംബ്ലി, നാഷണൽ ആന്തം, സെലിബ്രേഷൻസ്, കോമ്പറ്റീഷൻസ്, സ്പോർട്സ് ഡേ, ആനുവൽ ഡേ. അതായത് രാവിലത്തെ അസംബ്ലി, പിന്നെ രാവിലത്തെ പ്രാർത്ഥന, സെലിബ്രേഷൻസ്, കോമ്പറ്റീഷൻസ്, ഇതൊക്കെയാണ് സ്കൂൾ റിച്വൽസ് എന്ന് പറയുന്നത്, സ്കൂളത്തെ ആചാരങ്ങൾ അല്ലേ. ഓൺലി ബോയ്സ് ലെഡ് അസംബ്ലി, ആൺകുട്ടികളാണ് അസംബ്ലി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ ഓൺലി ഗേൾസ് ഡു വെൽക്കം ഡാൻസ് പെണ്ണുങ്ങൾ ചെയ്യണം. പിന്നെ സ്പോർട്സ് ഇവൻ്റ് എന്താണ്, ആണുങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ സ്കൂളിൽ ക്ലീനിങ്ങും എന്താ പറയുക, ഫർണിച്ചർ അറേഞ്ച് ചെയ്യാനും, പിന്നെ ലബോറട്ടറി വർക്കും ഇതൊക്കെ ആർക്കാണ്, പെൺകുട്ടികൾക്ക് നമ്മൾ കൊടുക്കലുണ്ട് അല്ലേ, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കലില്ലേ. പിന്നെ എക്സാമ്പിൾ ഓഫ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ക്ലീൻ ക്ലാസ് റൂംസ്, അറേഞ്ച് ഫർണിച്ചർ, അറ്റൻഡൻസ്, പിന്നെന്താണ് ലബോറട്ടറി വർക്ക്, സ്പോർട്സ് പ്രാക്ടീസ്, ലഞ്ച് അറേഞ്ച്മെൻറ്റ്സ്, ഇതൊക്കെ പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്നുണ്ടല്ലേ. ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും പരിപാടികൾ നടക്കുകയാണെങ്കിൽ സ്റ്റേജിലത്തെ ആൾക്കാർക്ക് റിഫ്രഷ്മെൻറ്റ് കൊടുക്കാനൊക്കെ പെൺകുട്ടികളാണ് അസൈൻ ചെയ്യാറുള്ളത്. പിന്നെ ഡിസിപ്ലിൻ നട്ടിട്ടുണ്ടായിരുന്നത്, ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ഓർഡർ, ഡിസിപ്ലിൻ നട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അച്ചടക്കം, അതായത് ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക, സെൽഫ് കൺട്രോൾ ഉണ്ടാക്കുക, റെസ്പെക്റ്റ് പ്രൊമോട്ട് ചെയ്യുക, ബിൽഡ് റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള സിറ്റിസൻസിനെ ഉണ്ടാക്കുന്നുണ്ട്, കോപ്പറേഷൻ എൻകറേജ് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റീവ് പോസിറ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ്, ഒരു പോസിറ്റീവായിട്ടുള്ള ലേണിംഗ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ടെക്നിക് ഓഫ് ഡിസിപ്ലിനിങ് ബോയ്സിനെ ഡിസിപ്ലിൻ ചെയ്യാനുള്ള ടെക്നിക്ക് എന്തൊക്കെയാണ്, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് അങ്ങനെ ഇട്ടിട്ടുണ്ടാണ്. നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അവരെ പ്രശംസിക്കുക അല്ലേ, അപ്പോൾ അവർ കൂടുതലായി ചെയ്യും. ക്ലിയർ റൂൾസ്, അതായത് എക്സ്പ്ലെയിൻ ക്ലാസ് റൂം ക്ലിയർലി, അതായത് ക്ലാസ് റൂമിൽ ഇതിൽ റൂൾസൊക്കെ ഉണ്ടെങ്കിൽ അത് നേരെ ആൺകുട്ടിയോട് ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കൗൺസിലിംഗ് ചെയ്യുക, ഡിസ്കസ് ബിഹേവിയർ പ്രോബ്ലംസ്, കൗൺസിലിംഗ് ചെയ്യുന്നതിലൂടെ അവർക്ക് പെരുമാറ്റത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, മനസ്സിലാവില്ല, അതൊക്കെ ഡിസ്കസ് ചെയ്യുമല്ലോ. റെസ്പോൺസിബിലിറ്റി, അതായത് ലീഡർഷിപ്പ് റോൾസൊക്കെ അസൈൻ ചെയ്യുക, അപ്പോൾ ഒന്നുകൂടി ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരായിട്ട് അവർ മാറും. ബിഹേവിയർ കോൺട്രാസ്റ്റ്, അതായത് സെറ്റ് ക്ലിയർ ബിഹേവിയർ ഗോൾസ് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുക്കുക. കോപ്പറേറ്റീവ് ലേണിംഗ്, അതായത് ടീം വർക്കൊക്കെ എന്ത് ചെയ്യുക, എൻകറേജ് ചെയ്യുക. പിന്നെ പാരൻറ്റ് ടീച്ചർ കോപ്പറേഷൻ, അതായത് ഇൻഫോം പാരൻസ് വർക്ക് ടുഗദർ ടു സോൾവ്, അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ടീച്ചേഴ്സ് എന്ത് ചെയ്യുക, പാരൻസിനോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യുക, അവരുടെ കൂടെ ടുഗദറായിട്ട് വർക്ക് ചെയ്തിട്ട് ഇതൊക്കെ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക, ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെ ടെക്നിക് ഫോർ ഡിസിപ്ലിനിങ് ഗേൾസിന് ഡിസിപ്ലിൻ ചെയ്യുന്ന ടെക്നിക്ക് എന്താണ്, ഗേൾസ് ആൾസോ നീഡ് സപ്പോർട്ട് ആൻഡ് റെസ്പെക്റ്റ്ഫുൾ ഡിസിപ്ലിൻ. പെൺകുട്ടികൾക്കും ഇതൊക്കെ എന്താണ് ആവശ്യമാണ്, ഇങ്ങനത്തെ ഡിസിപ്ലിൻസൊക്കെ. അത് പറയേണ്ട ആവശ്യമില്ലാന്ന് വിചാരിക്കണം. ഇതൊക്കെ തന്നെയാണ് എന്തെങ്കിലും നല്ല ചെയ്താൽ ഇതാക്കുക, ക്ലിയർ റൂൾസ് ഇതൊക്കെ, കൗൺസിലിംഗ് കൊടുക്കുക, വീട്ടുകാരുമായിട്ട് ടീച്ചേഴ്സ് നല്ലൊരു ഇത് വരുത്തുക, ഒരു ബന്ധം ഉണ്ടെങ്കിൽ അവരുടെ എന്തെങ്കിലും വീട്ടിൽ പ്രശ്നങ്ങളുണ്ടോ ചോദിക്കുക, അതൊക്കെ തന്നെയാണ് പറയുന്നത്. ഇവിടെ പറഞ്ഞു തന്നെ അവിടെയും പറയുന്നത് കേട്ടോ. പിന്നെ എഫക്റ്റീവ് ടെക്നിക്സ് എന്തൊക്കെയാണ്, പോസിറ്റീവ് എൻകറേജ്മെൻറ്റ്, ഇൻഡിവിജ്വലായിട്ടുള്ള ഗൈഡൻസ്, ഈക്വൽ എക്സ്പെക്റ്റേഷൻസ്, പിന്നെ ലീഡർഷിപ്പ് എൻകറേജ് ചെയ്യുക, പിന്നെ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക, ലിസൺ കെയർഫുള്ളി, ശ്രദ്ധിച്ച് കുട്ടികളെ കേൾക്കുക, നമ്മൾ മനസ്സിലാക്കുക, പാരൻസുമായിട്ട് കൊളാബറേഷൻ ചെയ്യുക. ഇത് തന്നെയാണ് പറഞ്ഞത് അല്ലേ.
ടിപ്സ് ടു മെയിൻറ്റെയിൻ ഗുഡ് ഡിസിപ്ലിൻ ഇൻ സ്കൂളിൽ നല്ലൊരു അച്ചടക്കം കൊണ്ടുവരാനുള്ള ടിപ്സ് എന്തൊക്കെയാണ്? ട്രീറ്റ് ഓൾ സ്റ്റുഡൻസ് ഈക്വൽ, എല്ലാ കുട്ടികളും ഒരേപോലെ കാണുക. എസ്റ്റാബ്ലിഷ് ക്ലിയർ ക്ലാസ് റൂൾസ്, അതായത് ക്ലാസ് റൂമത്തെ റൂൾസൊക്കെ നേരത്തെ എന്തെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യുക. പിന്നെ എൻകറേജ് മ്യൂച്വൽ റെസ്പെക്റ്റ് ചെയ്യുക, പരസ്പരമുള്ള റെസ്പെക്റ്റ് എന്ത് ചെയ്യുക, എൻകറേജ് ചെയ്യുക. പിന്നെ പോസിറ്റീവ് ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പ്, കുട്ടികളും ടീച്ചറും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ബന്ധം ഉണ്ടാക്കുക. മെയിൻറ്റെയിൻ കൺസിസ്റ്റൻസി ഇൻ ഡിസിപ്ലിൻ, അച്ചടക്കം എന്ന് പറഞ്ഞാൽ ഇന്നൊരു ദിവസം ചെയ്തിട്ട് നാളെ ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു അച്ചടക്കമല്ലല്ലോ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ യൂസ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതെന്ത് ചെയ്യുക, പ്രശംസിക്കുക. അപ്പോൾ അത് പിന്നെ കുട്ടികൾ ചെയ്യും. പിന്നെ അഡ്രസ് കോൺഫ്ലിക്റ്റ് പീസ്ഫുള്ളി, സമാധാനപരമായിട്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അതിനോട് എന്ത് ചെയ്യുക, അഡ്രസ്സ് ചെയ്യുക. പ്രൊമോട്ട് കോപ്പറേഷൻ നോട്ട് കോമ്പറ്റീഷൻസ്, അതായത് കോമ്പറ്റീഷൻസ് അല്ല കോപ്പറേഷനാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത് നമ്മൾ. പിന്നെ ബി പേഷ്യൻ്റ് ആൻഡ് ഫെയർ, അതായത് സമാധാനം ഉണ്ടാവുക, ഫെയർ ആയിട്ട് പെരുമാറുക. കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യുക, നേരത്തിൽ സംസാരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവോയ്ഡ് ഹാർഷ് പണിഷ്മെൻറ്റ് ആൻഡ് ഹ്യൂമിലിയേഷൻ. പ്രൊവൈഡ് കൗൺസിലിംഗ് വെൻ നീഡഡ്, ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കൗൺസിലിംഗ് എന്തെങ്കിലും കൊടുക്കുക. പിന്നെ കുട്ടികളെ എന്ത് ചെയ്യുക, അധികം പണിഷ്മെൻറ്റ് ചെയ്യരുത്, പിന്നെ വല്ലാതെ ഹ്യൂമിലേറ്റ് ചെയ്യരുത്. ഓക്കെ. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇൻ ദ പ്രോസസ് ഓഫ് ഡിസിപ്ലിനിങ് ബോയ്സ് ആൻഡ് ഗേൾസ്. ബോയ്സിനെയും ഗേൾസിനെയും ഡിസിപ്ലിൻ ചെയ്യുന്നില്ല. ജെൻഡർ ഡിസ്ക്രിമിനേഷനിൽ എന്താ പറയുക, ആൺകുട്ടികൾക്ക് ഹാർഷ് ആയിട്ടുള്ള പണിഷ്മെൻറ്റുകൾ കിട്ടുന്നുണ്ട്. പിന്നെ ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ടു ബി സ്ട്രോങ് ആൻഡ് ഫിയർലെസ്, ആൺകുട്ടിയാണെങ്കിൽ സ്ട്രോങ് ആവണം, അവർക്ക് പേടിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. പിന്നെ ഇമോഷണൽ എക്സ്പ്രഷൻസ് ആർ ഡിസ്കറേജ്, ആൺകുട്ടികളോട് അധികം അവരുടെ ഇമോഷൻസ് ഒന്നും പുറത്തേക്ക് കാണിക്കരുത് എന്നൊക്കെ നമ്മൾ പറയുന്നത്. പിന്നെ എന്താ പറയുക, ഗേൾസ് ആണെങ്കിൽ എക്സ്പെക്റ്റഡ് ടു ബി ക്വയറ്റ് ആൻഡ് ഒബീഡിയൻ, പെൺകുട്ടികളാണെങ്കിൽ ഭയങ്കര ശാന്തരായിരിക്കണം, അച്ചടക്കം വേണമെന്ന് പറയും. പിന്നെ ക്രിട്ടിസൈസിന് മോർ ഫോർ സ്പീക്കിംഗ് ലൗഡ്, ഉറക്കനെ സംസാരിച്ചാൽ പെൺകുട്ടികൾക്ക് ചീത്തയേക്കും. പിന്നെ ഡ്രസ്സിങ് സ്റ്റൈൽ വെച്ചിട്ട് ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നുണ്ട്. പിന്നെ എഫക്റ്റ് എന്തൊക്കെയാണ്, അൺഫെയർനെസ്, ക്രിയേറ്റ് എ ഫീലിംഗ് ഓഫ് അൺഫെയർനെസ്. ഓക്കെ, അതായത് ഇത് ശരിയായിട്ടുള്ള കാര്യമില്ലല്ലോ ഒരാളോട് മാത്രം ഇത് കാണിക്കുന്നത്. പിന്നെ എന്താണ്, റീഇൻഫോഴ്സ് സ്റ്റീരിയോടൈപ്പ് റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. ഇൻക്രീസ് ജെൻഡർ ഇനിക്വാലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ റെഡ്യൂസ് സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ അനാലിസിസ് ഓഫ് ജെൻഡർ റോൾസ് സ്റ്റീരിയോടൈപ്സ്, ഇവിടെ എന്താണ് ജെൻഡർ സ്റ്റീരിയോടൈപ്പ് കോസസ്. ജെൻഡർ സ്റ്റീരിയോടൈപ്സ് എന്തൊക്കെ ഉണ്ടാക്കുന്നത്, ഫാമിലി അപ്ബ്രിങ്ങിങ്, ഫാമിലിത്തെ വളർത്തുന്ന പ്രശ്നങ്ങൾ. പിന്നെ മീഡിയയുടെ ഇൻഫ്ലുവൻസ്, ട്രഡീഷണൽ ആയിട്ടുള്ള ബിലീഫ്സ്, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നുണ്ടാകുന്ന പ്രഷർ, സോഷ്യൽ എക്സ്പെക്റ്റേഷൻസ്. പിന്നെ എന്താണ്, റിലീജിയസ് ആയിട്ടോ കൾച്ചറലായിട്ടുള്ള ഓരോ പ്രാക്ടീസസ്, ബയാസ്ഡായിട്ട് ടെക്സ്റ്റ് ബുക്ക്. ഇതൊക്കെയാണ് ഈ ജെൻഡർ സ്റ്റീരിയോടൈപ്സ് ഉണ്ടാക്കാനുള്ള കുറച്ച് കോസസുകൾ കേട്ടോ. ഹൗ ടു എലിമിനേറ്റ്, ഇതെങ്ങനെ ഇപ്പോൾ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും, ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷനിലൂടെ, വിദ്യാഭ്യാസത്തിലൂടെ. പിന്നെ എന്താണ്, എല്ലാവർക്കും ഒരേപോലത്തെ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ കൊടുക്കുക. ഇൻക്ലൂസീവ് ആയിട്ടുള്ള കരിക്കുലർ ടെക്സ്റ്റ് ബുക്കും കൊണ്ടുവരിക. പിന്നെ ടീച്ചേഴ്സിൻ്റെ അവയർനെസ്സും ട്രെയിനിങ്ങൊക്കെ കൊടുക്കുക. പിന്നെ മീഡിയ പ്രൊമോട്ടിങ് പോസിറ്റീവ് റോൾ മോഡൽസ്, നല്ല പോസിറ്റീവായിട്ട് റോൾ മോഡൽസിനെ മീഡിയ എന്ത് പ്രൊമോട്ട് ചെയ്യുക. എൻകറേജ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ത് ചെയ്യുക, എൻകറേജ് ചെയ്യിപ്പിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂണിറ്റ് 2 ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. യൂണിറ്റ് 3 കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം.